അണ്ണാ, ശിവൻകുട്ടി അണ്ണാ, അണ്ണാ, അണ്ണാ പ്ലീസ് അണ്ണാ, അണ്ണൻ വാ തുറന്നൊന്നും പറയല്ല അണ്ണാ. അണ്ണാ 1-2 മാസം കൊണ്ട് ഒന്ന് ക്ഷമിക്കണ്ണ. ഞങ്ങൾക്ക് നാണക്കേട് കൊണ്ട് ഇപ്പം വയ്യ. ഞങ്ങൾ ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കല്ലേ ഇതിൻ്റെ അറിയത്തുള്ളൂ. നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമാണെണ്ണ, നാണക്കേടാണെണ്ണ. ഞങ്ങൾ നേമം മണ്ഡലംകാരി അണ്ണനോട് എന്ത് തെറ്റ് ചെയ്തണ്ണ? അണ്ണനെ വിദ്യാഭ്യാസ മന്ത്രി ആക്കുമെന്നുള്ള കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അണ്ണനെ തോപ്പിച്ചേനെ അവിടുത്തുകാരെ. ഈ ഒരെണ്ണം പോലും കൊള്ളാവുന്നതില്ല. അതിൻ്റെ കൂടെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ അണ്ണന് മലയാളം നേരെ പറയാൻ അറിയാമോ അണ്ണ? അണ്ണ പ്ലീസ് അണ്ണ, ഞങ്ങളൊന്നും മാന്യമായിട്ട് ജീവിച്ചു. 2 മാസം അണ്ണ ഒന്നും മിണ്ടാതിരി. അണ്ണനെ ഞങ്ങൾ ഇവിടെ നിന്നും ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി തരാം. അണ്ണ പ്ലീസ്, അണ്ണൻ മിണ്ടരുത്. അണ്ണൻ ഇപ്പോൾ പിന്നെ എന്നാലും അണ്ണൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അണ്ണനെ ആറ്റുകാൽ അമ്പലത്തിൽ വന്നിട്ട് 3-4 പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ പേരൊക്കെ പറയുന്നത് കേട്ടു. ഈ മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ മെയിൻ പരിപാടി എന്തുവാ പറയുക, നമ്മൾ പറഞ്ഞ കള്ളന്മാർക്ക് കഞ്ഞി കൊടുക്കുന്ന പരിപാടിയാണ് പുള്ളിക്കാരൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആണല്ലോ, എല്ലാവർക്കും അറിയാം. ഇതൊക്കെ അണ്ണൻ ഇപ്പം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അണ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ സൈസ് പരിപാടികൾ തന്നെയാണ്. ഇപ്പം തന്നെ അവിടുത്തെ ആറ്റുകാലെ പാർക്കിങ്ങിനെ സംബന്ധിച്ച്, SME സ്കൂളിലെ പാർക്കിങ്ങിനെ സംബന്ധിച്ച് ഇതൊക്കെ ആരാണ് ഇത്രയും ഒരു ബസ് പാർക്ക് ചെയ്യുന്നതിന് 1000 രൂപ? അണ്ണൻ്റെ പാർട്ടിയല്ലേ ഉണ്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ 45 വർഷം. എന്തോ ചെയ്യുമായിരുന്നു അണ്ണ? ആറ്റുകാൽ അമ്പലത്തിന് കിട്ടും 300 രൂപ. എന്തുവാണ് ഇതൊക്കെ അണ്ണ? ഇതിൻ്റെ എല്ലാം കമ്മീഷൻ പാർട്ടി നേതാക്കൾക്ക് കിട്ടുന്നുണ്ടെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഈ നാട്ടുകാരൊക്കെ 45 വർഷം എന്തുവാണ് അവിടെ സംഭവിച്ചത്? എന്തുവാ ഇത്? നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തവണത്തെ ഇലക്ഷനിൽ അണ്ണനൊക്കെ 100% തോറ്റിരിക്കും കേട്ടല്ലോ. അണ്ണനെ നല്ല വിളിക്കേണ്ടത്, പക്ഷേ എന്നാലും പ്രായത്തിന് മൂത്ത ആളായതുകൊണ്ട് നമുക്ക് മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ശീലമില്ലാത്തത് കൊണ്ട് അണ്ണനെ ബഹുമാന്യനായ രീതിയിൽ തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ അണ്ണ പ്ലീസ് അണ്ണൻ ഇനി ദൈവത്തെ ഓർത്ത് അണ്ണൻ വാ പൊളിക്കരുത് അണ്ണ പ്ലീസ്.